السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أما بعد. പ്രിയപ്പെട്ട SKSSF അർവൾ ശാഖ പ്രവർത്തകന്മാരെ, ജീലാനി പ്രകാശം തേടി എന്ന പരമ്പരയുടെ 6ാം ദിനത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഷെയ്ഖ് ജീലാനിയെ കുറിച്ച്, മഹാനവറുകൾ ഈ സ്ഥാനത്തേക്ക് എത്തിയതിൻ്റെ വഴിയടയാളങ്ങളെക്കുറിച്ച് നമ്മൾ കൃത്യമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ആ ജീവിതത്തിൽ നിന്നുള്ള ചെറിയ ഏടുകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനുള്ള ശ്രമം നിങ്ങളായി നടത്തിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അള്ളാഹു നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ നാഫിയായ ഇൽമാക്കി തരുമാറാവട്ടെ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അത്തരത്തിൽ ശൈഖുകളെ കുറിച്ചുള്ള പഠനം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു കഥ നമുക്ക് കാണാം. ഒരു രാജാവ്, സുന്ദരിയായ മകളുള്ള ഒരു രാജാവ്, അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം ചെയ്യാൻ വേണ്ടി ഒരുപാട് രാജാക്കന്മാർ അന്വേഷിച്ചു വന്നു. രാജകുമാരന്മാർ വരികയാണ്, പക്ഷെ ആരെയും അദ്ദേഹം സമ്മതിച്ചില്ല. അവസാനം രാജാവ് കരുതി ഒരു മത്സരം വെക്കുക. ആ മത്സരത്തിൽ ജയിക്കുന്നതാരാണോ അവർക്ക് ഒന്നുകിൽ തൻ്റെ മകളെ ഇണയാക്കി കൊടുക്കും, അതല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പകുതി കൊടുക്കും. അങ്ങനെ എല്ലാവരും കൂടി മത്സരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടി. കൊട്ടാരത്തിന് മുമ്പിൽ വന്നപ്പോൾ കൊട്ടാരത്തിന് മുമ്പിൽ വലിയൊരു കുളം തയ്യാറായി നിൽക്കുകയാണ്. ആ കുളത്തിൽ മുഴുവൻ മുതലകളുണ്ട്. മത്സരം ഇതായിരുന്നു: ഈ കുളത്തിലേക്ക് എടുത്തു ചാടി മറുകര കയറുന്നവർ ആരാണോ അവർക്ക് വിവാഹം ചെയ്തു തരും. എല്ലാ രാജാക്കന്മാരും അണിനിരന്നു മത്സരത്തിനുള്ള വിസിലടിച്ചു. പക്ഷേ ആരും എടുത്തു ചാടുന്നില്ല. കാരണം മറുകര കടക്കുക എന്നുള്ളത് പ്രയാസമാണ്. കാരണം മുതലയാണ് അതിനകത്ത് നിറച്ചുമുള്ളത്. ഏത് നിമിഷവും തങ്ങളത് പിടികൂടുമെന്നുള്ള ബോധ്യമുള്ളവരാണ്. പെട്ടെന്ന് ഒരു മനുഷ്യൻ അതിലേക്ക് എടുത്തു ചാടിയിട്ട് വളരെ സാഹസികമായി നീന്തി മറുകരയിലെത്തി. രാജാവ് അദ്ദേഹത്തെ വല്ലാത്ത അത്ഭുതത്തോടുകൂടി എല്ലാവരും നോക്കി അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്തു. എന്നിട്ട് രാജാവ് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എൻ്റെ മകളെ വേണോ, അതല്ല രാജ്യത്തിൻ്റെ പകുതി വേണോ? അയാൾ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. കാരണം ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുത്തത് ജയിക്കാൻ വേണ്ടിയല്ല, മറിച്ച് എന്നെ പിന്നിൽ നിന്നാരോ ഉന്തിയിട്ടതാണ്. എന്നെ പിന്നിൽ നിന്നാരോ തള്ളിയപ്പോൾ ഞാൻ അതിൽ വീണപ്പോൾ എൻ്റെ മരണവെപ്രാളം കൊണ്ട് ഞാൻ നീന്തി രക്ഷപ്പെട്ടതാണ് എന്ന് ആ മനുഷ്യൻ പറയുന്നുണ്ട്. അഥവാ അദ്ദേഹത്തിനൊരു ലക്ഷ്യവുമില്ലാതെ ആയിരുന്നു അദ്ദേഹം നീന്തിയത് എന്നർത്ഥം. അതേപോലെ ആവരുത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഈ സദസ്സ് കേൾക്കുമ്പോൾ, ഈ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ കേവലം കേട്ടുപോകലാവരുത്, ജീവിതത്തിലേക്ക് വല്ലതും പകർത്തുക എന്ന ബോധ്യത്തിലും ലക്ഷ്യത്തിലുമായി നമ്മൾ നിലകൊള്ളണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ നാഫിയായ ഇൽമാക്കി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിൽ പാഠങ്ങൾ ഉൾക്കൊള്ളാനും പ്രവർത്തിക്കാനും കഴിയുന്ന ചില ഉപദേശങ്ങൾ മഹാനവറുകളിൽ നിന്നുണ്ടായിട്ടുണ്ട്. ആ ഉപദേശങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഇന്നത്തെ ക്ലാസ് ഞാൻ ഉപയോഗപ്പെടുത്തട്ടെ. ഒന്നാമതായിട്ട് മഹാനവറുകൾ പറഞ്ഞത്, ദുനിയാവിനെ നിങ്ങൾ ഹൃദയത്തിൽ നിന്നെടുത്ത് കയ്യിൽ വെക്കുക, എന്നാൽ അത് നിങ്ങളെ ശല്യം ചെയ്യുകയില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണം പരലോകത്ത്, നാളെ പരലോകത്ത് വെച്ച് സ്വർഗം നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഞാൻ നിസ്കരിച്ച നിസ്കാരം സ്വീകരിക്കുമോ എന്നുള്ളതല്ല മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കുള്ള കാരണം. മനുഷ്യന്റെ ടെൻഷനുള്ള കാരണം അതല്ല. മനുഷ്യൻ ടെൻഷൻ അടിക്കുന്നത്, ഞാനിപ്പോൾ ളുഹ്ർ നിസ്കരിച്ചു, അല്ലെങ്കിൽ അസ്ർ നിസ്കരിച്ചു, ഇന്ന് മഗ്‌രിബ് നിസ്കരിച്ചു, അതെൻ്റെ റബ്ബ് സ്വീകരിക്കുമോ എന്നുള്ള ടെൻഷനല്ല. പിന്നെയോ, ഞാനിന്ന് ചെയ്ത സൽക്കർമ്മങ്ങൾ റബ്ബ് സ്വീകരിച്ചോ എന്നുള്ള ആപലാതിയല്ല മനുഷ്യനെ വേട്ടയാടുന്നത്. കുറച്ച് എൻ്റെ നാളത്തെ ജീവിതത്തിന് എന്ത് എന്നുള്ള ചോദ്യമാണ് മനുഷ്യനെ അലട്ടുന്നത്.
അതും നാളത്തെ ജീവിതത്തിൽ റേഷനറി വീട്ടിനകത്തുണ്ട്, അത് കഞ്ഞി വെച്ച് കുടിച്ചാൽ നാളെ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നിടത്ത് തീരേണ്ടിയിരുന്നു മനുഷ്യന്റെ ടെൻഷൻ. പക്ഷേ അവിടെയും നമ്മുടെ ടെൻഷൻ തീരുന്നില്ല. നമുക്ക് എന്തൊക്കെയോ നേടാനുണ്ട്, എന്തൊക്കെയോ പൂർത്തീകരിക്കാനുള്ള ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ ദുനിയാവിൻ്റെത് മാത്രമാണ്. നാളെ പരലോകത്തേക്കുള്ള ലക്ഷ്യമായി നമ്മളതിനെ മാറുന്നില്ല, അതിനെ മാറ്റുന്നില്ല. നാളെ പരലോകത്തെക്കുറിച്ചുള്ള ഒരു ടെൻഷനും നമ്മെ അലട്ടുന്നുമില്ല. നാളെ ഞാൻ നിസ്കരിക്കാതിരുന്നാൽ നാളെ എന്നെക്കുറിച്ച് നിസ്കാരത്തെക്കുറിച്ച് ചോദിക്കുമല്ലോ, എന്ത് മറുപടി ഞാൻ പറയും? ഒരല്പസമയം 5 മിനിറ്റ് വൈകി ഞാൻ ഓഫീസിലെത്തിയാൽ എൻ്റെ ജോലി നഷ്ടപ്പെടും എന്ന് വേവലാതിപ്പെടുന്നവർ, എന്ത് ഞാൻ അവിടെ പോയി മറുപടി പറയും എന്ന് ചിന്തിക്കുന്നവർ, അടുത്ത നിമിഷം എൻ്റെ റൂഹ് റബ്ബ് പിടിച്ചാൽ നാഥൻ്റെ മുമ്പിൽ ഞാൻ ഹാജരാക്കപ്പെടുമ്പോൾ എന്തു മറുപടി എനിക്ക് കൊടുക്കാൻ കഴിയുമെന്ന ചിന്തയിലേക്ക് നമുക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു വിചിന്തനത്തിലുള്ള സമയമായി ഈ സമയത്ത് നമ്മൾ മാറ്റുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് മഹാനവറുകൾ പറഞ്ഞു, നിങ്ങളുടെ ടെൻഷന്റെ പ്രശ്നങ്ങളുടെ പ്രയാസങ്ങളുടെ നിദാനമായി വർത്തിക്കുന്നത് ദുനിയാവിനെ ഹൃദയത്തിൽ വെച്ചതുകൊണ്ടാണ്. ആ ദുനിയാവിനെ ഹൃദയത്തിൽ നിന്നെടുത്തിട്ട് കയ്യിലേക്ക് വെക്കുക, ദുനിയാവിനെ ഹൃദയത്തിൽ നിന്ന് ചിന്തകളെ പറിച്ചു മാറ്റണം എന്ന് മഹാനവറുകൾ പറയുകയാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നതും അത് തന്നെയാണ്. അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവെന്ന് പറയുന്നത് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. ഒരു ജയിലറ പോലെയാണ് മുഅ്മിനായ മനുഷ്യനെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. എന്നാൽ ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വർഗമാണ്. കാരണം അവന്റെ സ്വർഗം എവിടെയാണ്? നാളെ പരലോകത്ത് പോയിട്ടൊന്നും ആസ്വദിക്കാനില്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ കുറച്ച് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടിയിരിക്കുന്നു. അത് ജീവിക്കാനുള്ള കഷ്ടപ്പാടല്ല, നാളേക്ക് വല്ലതും ഉണ്ടാക്കി വെക്കാനുള്ള, റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയാൻ, റബ്ബിന്റെ മുമ്പിൽ അവന്റെ കാരുണ്യം നേടിയെടുക്കാൻ പറ്റുന്ന വല്ല അമലുകളും ചെയ്തെടുക്കാനുള്ള സമയത്ത്, ആ അമലുകൾ ചെയ്തെടുക്കാനുള്ള പ്രയത്നത്തിന് വേണ്ടിയുള്ള സമയമായി. ഈ സമയത്തെ മാറ്റുമ്പോൾ ചില പ്രയാസങ്ങൾ ഉണ്ടാവും. ആ പ്രയാസങ്ങൾ നമുക്കുണ്ടാവണം. അങ്ങനെ ആ പ്രയാസങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അതൊരു ടെൻഷനായി മാറില്ല. അത് നമ്മുടെ ജീവിതത്തിന്റെ സൂര്യൻ കടത്തുന്ന ടെൻഷനല്ല, മറിച്ചോ നമ്മുടെ ജീവിതത്തെ നന്നാക്കുന്ന, ഇന്നലെ ഉണ്ടായതിനേക്കാൾ ഒന്നുകൂടി ജീവിതത്തെ മെച്ചപ്പെടുത്തുന്ന, ആത്മീയതയിലേക്ക് തിരിച്ചു നടക്കാൻ കഴിയുന്ന ഒരു ടെൻഷനായി അത് മാറും. ആ ടെൻഷന് വല്ലാത്തൊരു സുഖമുണ്ടാകും. ആ സുഖം എന്ന് പറയുന്നത് എൻ്റെ ജീവിതം നന്നായി വരുന്നതാണ്. അതാണ് മഹാനവറുകൾ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ദുനിയാവിനെ മാറ്റി നാളെ പരലോകത്തേക്കുള്ള ചിന്ത നമ്മൾ കൊണ്ടുവരൂ, എങ്കിൽ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്ന് മഹാനായ ഷേഖ് ജീലാനി തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഓർമ്മകളിലേക്ക് നമുക്ക് പോകാൻ കഴിയണം. ദുനിയാവെന്ന് പറയുന്നത് നല്ല പച്ചപ്പുള്ളതാണ്, മാധുര്യമുള്ളതാണ്. എന്നിട്ടോ നമ്മളതിൻ്റെ പിന്നാലെ പോകും. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, അതിലെ മനുഷ്യന്മാരായ നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹു, അതിൻ്റെ ചില കൈകാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു നോക്കുന്നത് നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ദുനിയാവ് മുഴുവനും നമുക്ക് കിട്ടുമ്പോൾ ആ ദുനിയാവിൻ്റെ പിന്നാലെ പോയിട്ട് അള്ളാഹനെ മറക്കുന്നുണ്ടോ, അതല്ല കിട്ടിയത് മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നോട്ടം. നമ്മൾ ഇന്നലെ ഷെയ്ഖ് ജീലാനിയുടെ ചരിത്രം പറയുന്നിടത്ത് അദ്ദേഹം പറഞ്ഞല്ലോ, എനിക്ക് ദുനിയാവ് മുഴുവൻ കിട്ടിയിരുന്നുവെങ്കിൽ, അധികാരം കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോയി. കാരണം എന്തിനാണ്? അത് കിട്ടിയിട്ട് സുഖിച്ചു ജീവിക്കാനല്ല, മറിച്ച് വിശക്കുന്നവന്റെ വിശപ്പ് മാറ്റാൻ എനിക്ക് അവസരമുണ്ടാകുമായിരുന്നല്ലോ എന്ന ചിന്തയിലേക്ക് മഹാനവറുകൾക്ക് വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ അള്ളാഹു നമ്മെ അധികാരപ്പെടുത്തുന്നത്, അത് സമ്പത്താവട്ടെ മറ്റധികാരങ്ങളാവട്ടെ, പ്രത്യേകിച്ചുകൊണ്ട് നമ്മൾ പുതിയ അധികാര കേന്ദ്രങ്ങളിലേക്കുള്ള മത്സരങ്ങൾ നടക്കുകയാണ്. ആ മത്സര രംഗത്ത് നമ്മുടെ ഒരുപാട് ആളുകളുണ്ട്. ആ അധികാരം കിട്ടുമ്പോൾ അത് മനുഷ്യന്റെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ, ഷെയ്ഖ് ജീലാനി പറഞ്ഞതുപോലെ, എനിക്ക് ലോകത്തിന്റെ അധികാരം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ, നമുക്ക് കിട്ടുന്ന ചെറിയ അധികാരമാണെങ്കിലും ആ അധികാര പരിധിയിൽ വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ നമുക്ക് മനസ്സുണ്ടാകണം. പരിഹരിക്കൽ രണ്ടാമത്തെ ഭാഗമാണ്. നമ്മുടെ ഇന്നത്തെ അധികാരികൾക്കില്ലാതെ പോകുന്നതും കേൾക്കാൻ മനസ്സില്ലായ്മയാണ്. അഥവാ ഒന്ന് പറയുമ്പോഴേക്ക് നമ്മൾ നമ്മൾ വല്ല ബിസിയുള്ള ആളായി. ഇന്നത്തെ ഭരണാധികാരികൾ, ജനപ്രതിനിധികൾ ഏറ്റവും വലിയ പ്രശ്നം, ഒരു പ്രശ്നം പറയുമ്പോൾ അത് കേൾക്കാൻ അവർക്ക് സമയമില്ല.
ആ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പുറം ഫോൺ വിളിയാണ്, അല്ലെങ്കിൽ മറ്റൊരാളോട് സംസാരിക്കുകയാണ്. ഈ പറയുന്നയാളെ കേൾക്കാനില്ല. ഒരു മനുഷ്യൻ പ്രയാസവും ടെൻഷനുമായി കടന്നു വരുമ്പോൾ, പരിഭവമായി കടന്നു വരുമ്പോൾ അടുത്തിരുന്നിട്ട് അത് കേൾക്കാൻ കഴിഞ്ഞാൽ തന്നെ ആ മനുഷ്യൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് നമുക്ക് നോക്കാം, പരിഹരിക്കാം എന്നൊരു വാക്ക് കൊടുത്താൽ, ഇതുവരെയുള്ള പ്രയാസം മുഴുവൻ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഒരു മനുഷ്യൻ്റെ ടെൻഷൻ മുഴുവൻ മാറിക്കിട്ടുമെന്നാണ്. അപ്പം അങ്ങനെ ടെൻഷൻ മാറിക്കിട്ടുന്ന ഒരവസരം എന്ന് പറയുന്നത് മറ്റുള്ളവൻ്റെ മുമ്പിൽ, മറ്റുള്ളവൻ്റെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്നത് പുറത്തേക്ക് പറയാൻ കിട്ടുന്ന ഒരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ജനപ്രതിനിധികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ അധികാരം അത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ തീർക്കാൻ, ഒന്നുമില്ലെങ്കിൽ അവരെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവരുടെ ആ പ്രയാസങ്ങൾ കേൾക്കാനുള്ള നല്ല മനസ്സ്, അതിനു വേണ്ടി സമയം നീക്കി വെക്കാൻ നമുക്ക് കഴിയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഷെയ്ഖ് ജീലാനി പറഞ്ഞതുപോലെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. നമുക്ക് ദുനിയാവിൻ്റെ അപ്പുറത്ത് നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിലേക്കായി മാറ്റാൻ നമുക്ക് കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ച ചരിത്രത്തിൽ നമുക്ക് കാണാലോ, ഷെയ്ഖ് ജീലാനി തങ്ങളുടെ സദസ്സിലുണ്ടായിരുന്ന, ദർസിലുണ്ടായിരുന്ന ഒരു കുട്ടി, പഠിക്കാൻ വളരെ പ്രയാസപ്പെട്ടിരുന്ന ഒരു കുട്ടി, അവനെ ക്ഷമിച്ചുകൊണ്ട് അവനക്ക് കഴിയുന്ന രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു രംഗം നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു. അത് എല്ലാവർക്കും, മഹാന്മാർക്കൊക്കെ ഉള്ള ഒരു സ്വഭാവമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മഹാന്മാരായ ഷെയ്ഖുനാ കോട്ടുമല ബാപ്പു മുസ്ലിയാറിനെ പുറല്ലാഹു മർക്കഥ, ഉസ്താദിൻ്റെ ആത്മപിതാവായ, ഞങ്ങളുടെ ആത്മപിതാവായ ഉസ്താദിൻ്റെ ആണ്ടിൻ്റെ ദിനങ്ങളെ കൂടിയാണ് കടന്നു പോകുന്നത് നമ്മൾ. അതോടൊപ്പം അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ആണ്ട് ദിനമാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ മഹാന്മാരുടെയൊക്കെ ജീവിതം എടുത്ത് പരിശോധിച്ചാലും അവരെ ജനകീയമാക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ അവർക്ക് മുമ്പിൽ ആർക്കും എന്തും തുറന്നു പറയാം. ഞങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം ബാപ്പു ഉസ്താദ് എന്ന് പറയുന്നത് പുറത്ത് വലിയ ആളായി അറിയപ്പെടുമ്പോഴും വിദ്യാർത്ഥികൾക്ക് സമീപിക്കാൻ പറ്റിയ വിദ്യാർത്ഥികളോട് ഏറ്റവും അടുപ്പം കാണിക്കുന്ന ഒരു ഉസ്താദായിരുന്നു. എന്ത് പ്രയാസം ഉണ്ടെങ്കിൽ നമുക്കും ബാപ്പു ഉസ്താദ് വരട്ടെ, വന്നാൽ ഞങ്ങൾക്കതിന് പരിഹാരമുണ്ടാകും എന്ന് കുട്ടികളെ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ. ബാപ്പു ഉസ്താദ് വിട പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ വേദന, ഇനി ആരോട് ഞങ്ങളുടെ പ്രയാസങ്ങൾ പറയും? ഇത് ഞങ്ങളോടൊരു സങ്കടമായിരുന്നു. അഥവാ അവരെയൊക്കെ അങ്ങനെ സമീപിക്കാനും അടുത്തിടപഴകുമ്പോൾ, അടുത്ത് ചൊല്ലുമ്പോൾ എല്ലാം കേൾക്കാനും അതിന് വേണ്ട പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും, അതെത്ര ചെറിയ ആളാണ് എന്ന് പറയുന്നത് എന്നൊന്നും നോക്കാറില്ല, പറയുന്നത് ഉൾക്കൊള്ളാൻ, അതിൻ്റെ ഗൗരവത്തോടു കൂടി അത് ചർച്ച ചെയ്യാനും നിൽക്കുമായിരുന്നു. ഷെയ്ഖുനാ കോട്ടുമല ബാപ്പു ഉസ്താദിനെ ഓർക്കുമ്പോൾ അത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ. ഉസ്താദിൻ്റെ റൂമിലേക്ക് കടന്നു ചെന്നിട്ട് ഞങ്ങളുടെ പേഴ്സണലായ കാര്യം പറയുമ്പോൾ, വ്യക്തിപരമായ കാര്യം പറയുമ്പോൾ, ഇതുവരെ ഉസ്താദുമായി നേരിട്ട് സംസാരിക്കുകയോ പരിചയപ്പെടാത്ത ആളാണെങ്കിൽ പോലും ഇതുവരെയുള്ള സൗഹൃദപരമായി, അഥവാ ഇതുവരെ ഞാനും ഉസ്താദും തമ്മിൽ വലിയ ബന്ധമായിരുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിൽ എല്ലാം ചോദിച്ചറിയുകയും മനസ്സിലാക്കുകയും നല്ല രീതിയിൽ ഇടപെടുകയും ചെയ്യുന്ന ഇടപെടലുകൾ അത് നേരിട്ട് അനുഭവിക്കാൻ കഴിയുമ്പോൾ അവരൊക്കെ സമൂഹത്തിന് നൽകിയതായിരുന്നു. പണ്ഡിതനാകുന്നു എന്നതിന് അപ്പുറത്തേക്ക് സമൂഹത്തെ ഉൾക്കൊള്ളാൻ, അവരെ ചേർത്ത് നിർത്താൻ, അവർക്ക് വേണ്ട പരിചരണം കൊടുക്കാൻ, അവർക്ക് വിഷമം അനുഭവിക്കുന്ന സമയത്ത് അതിന് സ്വാന്തനമായി തീരാൻ അവർക്ക് കഴിയുകയാണ്. അത്തിപ്പറ്റ ഉസ്താദിനെ പോലെ ആളുകൾ എന്ത് പ്രയാസവും ആർക്കും പോയി പറയാൻ പറ്റുന്ന രംഗം, അതിനവർ ഇലാഹിയായ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉന്നതമായ സ്ഥാനങ്ങളിലെത്തുമ്പോൾ ഇന്നലെ ഉണ്ടായതിനേക്കാൾ ഒരു നില കൂടുമ്പോൾ നമുക്ക് ജാടകൾ വരികയാണ്. നമ്മൾ മറ്റുള്ളവരെ കേൾക്കാനോ മനസ്സിലാക്കാനോ കഴിയാതെ പോകുകയാണ്. അതല്ല ശരി എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസും. ആ മഹാന്മാരുടെ കാലത്ത്, അഥവാ ഷെയ്ഖ് ജീലാനി ഓർക്കപ്പെടുന്ന ദിനത്തിൽ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ള ഷെയ്ഖുന ബാപ്പു ഉസ്താദും അതുപോലെ അത്തിപ്പറ്റ ഉസ്താദൊക്കെ, അതുപോലെ അവർക്ക് ശേഷമുള്ളവരായാലും അതേ പാത പിന്തുടരുന്നവരാണ്. ഷെയ്ഖുനക്ക് ശേഷം കോളേജിലേക്ക് വന്നത് MT ഉസ്താദാണെങ്കിൽ MT ഉസ്താദിനെ പുറത്തൊക്കെ കാണുമ്പോൾ വലിയ ഗൗരവമാണെങ്കിലും റൂമിലേക്ക് കടന്നു ചെന്നാൽ ചെറിയ നല്ല സൗഹൃദത്തോടു കൂടി എല്ലാം തുറന്ന് പറയുകയും ചെയ്യുന്ന ഒരു രംഗം ഇന്നും വല്ലാത്തൊരു അനുഭവമായി തോന്നുകയാണ്. അഥവാ നമ്മളിവിടെ ഈ മഹാന്മാരുടെ ജീവിതത്തെ അയവിറക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം, പ്രത്യേകിച്ച് ജനപ്രതിനിധികൾക്ക് വേണ്ടി മത്സരിക്കുന്ന കാലത്ത്, അത് ജനപ്രതിനിധികളാവട്ടെ, പള്ളിയുടെ ഭരണാധികാരികളാവട്ടെ, സംഘടനാ ഭരണാധികാരികളാവട്ടെ, എന്തധികാരമാവട്ടെ, വീട്ടിൻ്റെ ഭരണ ചുമതലയുള്ളവരാവട്ടെ, അവിടെയൊക്കെ എല്ലാവരെയും കേൾക്കാൻ നമുക്ക് കഴിയണം. വീട്ടിലെ ഭാര്യയുടെ വർത്തമാനം കേൾക്കാൻ നമുക്ക് കഴിയണം. കുട്ടികളുടെ പരിഭവങ്ങൾ കേൾക്കാൻ കഴിയണം. എന്നിട്ട് അവരത് പറയുന്നത് മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു ആശ്വാസം. ഭാര്യ ഒരു പരാതിയുമായി വരുമ്പോൾ നമ്മൾ അവരോട് പറയുമോ, തുടങ്ങിയല്ലോ,
നിനക്ക് എപ്പോഴും ഇതേ പറയാനുള്ളൂ എന്ന് ചോദിക്കാറുണ്ട്. ഭർത്താവ് ഒരു പരാതിയുമായി വരുമ്പോഴും നമ്മളങ്ങനെയാണ്, നിനക്ക് എപ്പോഴും ഇങ്ങനെ പറയാനേ ഉള്ളൂ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. അവർ പറയുന്നത് മുഴുവൻ കേട്ടിരിക്കാൻ കഴിഞ്ഞാൽ, അത് പറഞ്ഞു കഴിയുമ്പോൾ അതിനൊരു പരിഹാരവും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ നിന്ന് എന്തോ ഒരു ഭാരം ഇറക്കി വെച്ചതായി അവർക്ക് തോന്നുകയും അവരുടെ പ്രയാസങ്ങൾ മുഴുവൻ പറഞ്ഞു തീർന്നത് പോലെ അവർക്ക് തോന്നുകയും അവർക്കൊരു സമാധാനം കിട്ടുകയും ചെയ്യും. അത് കൊടുക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യം. അഥവാ അതുണ്ടാവുന്നത് എപ്പോഴാണ്? നമ്മൾക്ക് എന്തൊക്കെയോ നമ്മുടേതായി നേടാനുണ്ട് എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് നാളെ പരലോകത്തേക്ക് എന്തൊക്കെയോ നേടാനുണ്ട് എന്ന് ചിന്ത വരിക, ആ ദുനിയാവിൻ്റെ ചിന്തയെ അങ്ങ് എടുത്തു കളയുകയും പരലോക ചിന്തയെ ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് ഷെയ്ഖ് ജീലാനിയുടെ ഒരു മഹത് വചനമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.